അടുത്തിരുന്നു കൊണ്ട് സമരമൊക്കെ നടത്തിയ ആളുകളാണ്. ഇവിടെ വാലന്റൈൻസ് ഡേയിൽ ഒരു കുട്ടിക്ക് ഒരു സഹപ്രവർത്തകരുടെ കൂടെ ചേർന്നിരുന്നു എന്ന് പേര് പറഞ്ഞുകൊണ്ട് കുടുംബത്തിലും നമ്മളെ വീടുകളിലെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് SFI എന്ന് പറയുന്ന സംഘടന കോളേജുകളിൽ ഉണ്ടെങ്കിൽ പിണറായി വിജയന്റെ യുവജന നേതാക്കന്മാരോടുള്ള സമീപനം എന്ന് പറഞ്ഞാൽ റിയാസിനെ എല്ലാ ദിവസവും കാണുന്നുണ്ടല്ലോ, അതാണ് അയാളുടെ അളവുകൾ. ഇത്രയേ ഉള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനൊന്നുമല്ല. കേരളത്തിലെ യുവജന നേതാക്കന്മാർ നല്ല ആത്മാഭിമാനമുള്ളവർ, ആർജവമുള്ളവർ, റിയാസിനെ പോലെയല്ല. അപ്പോൾ റിയാസിന്റെ അളവുകോൽ വെച്ചിട്ട് ഞങ്ങളെക്കാളൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആ അളവുകോൽ പെടുന്ന ആളുകളല്ല ഞങ്ങൾ ആരും. കേരളത്തിലെ കോൺഗ്രസിന്റെ യുവജന നേതാക്കന്മാർ ഇന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഷിയാസിനെ അറസ്റ്റ് ചെയ്ത് ഇയാളൊരു വണ്ടിയിൽ 2-3 മണിക്കൂർ ചുറ്റിക്കുക, എന്താ പേടിക്കുമെന്നാണ് വിചാരിക്കുന്നത്? പെരണ്ടു പോകും. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സമരത്തിന്റെ തീവ്രത വർദ്ധിക്കുകയുള്ളൂ. അത് പിണറായി വിജയന് വരുന്ന ദിവസങ്ങളിൽ ബോധ്യമാകും. എന്തായാലും ഈ സമരം സമാധാനപൂർവ്വമായി നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതല്ല പ്രകോപനം സൃഷ്ടിച്ച് ഇതിന്റെ ദിശ മാറ്റാനാണ് വിജയൻ ആഗ്രഹിക്കുന്നതെങ്കിൽ വിജയൻ ആഗ്രഹിക്കുന്ന പോയിന്റിൽ പോയി തീവ്രമായി സമരം ചെയ്യാൻ ഞങ്ങൾക്കറിയാം. സമരത്തിലൊരു വിട്ടുവീഴ്ചയില്ല. കോളേജിൽ JUC നടത്തിയ മാർച്ച് സമാധാനമായിരുന്നു. പക്ഷെ പോലീസ് ഒരു ഭീകരവാദികളെ നേരിടുന്നപ്പോൾ നേരിട്ടത് ഇന്നലെ അല്ല, ആയിക്കോട്ടെ, അതുകൊണ്ട് സമരം അവസാനിക്കുന്നു. ഇന്നലെ അങ്ങനെ ക്രൂരമായ മർദ്ദനങ്ങൾ ഉണ്ടായിട്ട് സമരം അവസാനിച്ചോ? ഇന്ന് സെക്രട്ടേറിയറ്റിലേക്കല്ലേ സമരം? വയനാട്ടിൽ അക്രമം ഉണ്ടായ വയനാട്ടിലും സെക്രട്ടേറിയറ്റിലേക്ക് സമരം നടത്താൻ ആർജവമുള്ളൊരു പ്രസ്ഥാനമാണ് ഇതിലേക്ക് നയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരം ആശങ്കകളൊന്നുമില്ല. സമരം തീവ്രമായി തന്നെ മുന്നോട്ട്. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്താണ് പോലീസ് പറയുന്നത്. ഇതിനകത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പം അവർക്ക് നാളുകൾ രക്ഷപ്പെടാനുള്ള പഴുതുകളില്ലേ? ഇതുവരെ കൊലക്കുറ്റം ചുമത്തിയോ? കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ടോ? കൊലക്കുറ്റം ചുമത്താതെ പ്രതികളെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നതിനകത്ത് എന്ത് കാര്യമുള്ളത്? അപ്പോൾ ഇതൊരു തട്ടിപ്പാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ അന്വേഷണത്തിൽ വിശ്വാസമില്ല. CBI അന്വേഷണം വരണം. CBI അന്വേഷണത്തിലൂടെ മാത്രമേ ഞങ്ങൾ ഇതിനകത്ത്. ഒരു പെൺകുട്ടിയുടെ പേര് ഇതിൽ പറയുന്നുണ്ട്, പരാതി കൊടുത്തത്. പക്ഷേ ഇപ്പോൾ ഇന്നലെ സിദ്ധാർത്ഥ അച്ഛൻ പറയുന്നത് അതും വേച്ചമായ ഒരു പെൺകുട്ടി ആയിരിക്കും പറയണം. അല്ല, അത് സ്ഥിരമായി ഇവരുടെ ഒരു ഏർപ്പാടാണല്ലോ. ഇത്തരത്തിലുള്ള CPM എപ്പോഴൊക്കെ പ്രതിരോധത്തിൽ പോകുന്നു അപ്പോഴെല്ലാം കുമാരപിള്ള സഖാവുമാരെ ഇറക്കി ഇത്തരത്തിൽ തേജോവധം ചെയ്യുക എന്നുള്ള അവരുടെ സ്ഥിര ഏർപ്പാടാണ്. അതൊന്നും കേരളീയ പൊതുസമൂഹം അവർക്ക് യാതൊരു വിധമായ വിലയും കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല.